നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും ഉപയോഗപ്രദമായേക്കാവുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകാതെ കേരള സർക്കാരിൻ്റെ പോൾ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ വേഗത്തിലും സൗകര്യപ്രദമായും ഒരു പോലീസ് പരാതി ഫയൽ ചെയ്യുമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കാണാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോൾ ആപ്പ് കേരള പോലീസ് എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ വരുന്നു. അവിടെ നമ്മുടെ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ടേം ആൻഡ് കണ്ടീഷൻ എന്നുള്ളിടത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പണായി വരുന്നതാണ്. ഇപ്പോൾ താഴ്ഭാഗത്ത് നോക്കിയാൽ ഹോം, സർവീസ്, കോൺടാക്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറിയാണ്. അവിടെ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഭാഗമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വരുന്നിടത്ത് പ്രൊസീഡ് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഭാഗമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ബോക്സിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. ആദ്യത്തെ ബോക്സിൽ നമ്മുടെ പേര്, രണ്ടാമത്തെ ബോക്സിൽ നമ്മുടെ ഇനീഷ്യൽ ഉണ്ടെങ്കിൽ അത് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ പാസ്വേഡ് സെലക്ട് ചെയ്യണം. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. രണ്ടാമത് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP വീണ്ടും നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ്. അതവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. വീണ്ടും ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്പിനകത്ത് നമ്മൾ പ്രവേശിച്ചു. ഇനി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് താഴെ ക്ലിക്ക് ചെയ്യുക. ഇത് അപ്ഡേറ്റ് ചെയ്ത് വിടുക. അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ബോക്സ് പോകുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്താൽ ഇത് അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമ്മുടെ റിലേറ്റീവ്സ് ആരുടെയെങ്കിലും പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവരുമായിട്ടുള്ള ബന്ധം ഏതാണോ അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ID പ്രൂഫ് സെലക്ട് ചെയ്യുക. ആധാർ സെലക്ട് ചെയ്തിട്ട് നമ്പറോടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ഇവിടെ നമുക്ക് ഇമെയിൽ ID നിർബന്ധമാണ്. ഇമെയിൽ ID കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ കറക്റ്റായിട്ട് ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ വീട്ടുപേര്, വീട്ടു നമ്പർ, നമ്മുടെ സ്ട്രീറ്റ്, അതായത് സ്ഥലം ഏതാണോ, ലൊക്കാലിറ്റി ഏത്, പിന്നെ നമ്മുടെ വില്ലേജ് ഏതാണോ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് അടിക്കുക. കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏത് ഡിസ്ട്രിക്റ്റാണ് വരുന്നത് ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി ഏതിലാണോ അത് കൊടുക്കുക. ആ സ്ഥലം, നമ്മുടെ സ്ഥലം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അഡ്രസ് സെയിം ആണെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക. ബട്ടൺ ഓണാക്കിയിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഭാഗത്ത് നമ്മുടെ കാസ്റ്റ് സെലക്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് അത് ഷെഡ്യൂൾഡ് കാസ്റ്റാണോ എന്തൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മുടെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലയിൻറ്റ് സ്വഭാവം ആദ്യം സെലക്ട് ചെയ്യുക. അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ള കംപ്ലയിൻ്റ് ആണോ അത് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലേസ് ഓഫ് ഇൻസിഡൻറ്റ്, ഈ സംഭവം ഏത് സ്ഥലത്താണോ നടന്നത് ആ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതായത് സ്ഥലപ്പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ ഡിസ്ട്രിക്റ്റ്, അത് ഏത് ഡിസ്ട്രിക്റ്റാണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ലിസ്റ്റുകൾ കാണിക്കുന്നതാണ്. ആ ലിസ്റ്റിൽ നിന്ന് സ്ഥലങ്ങൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പോലീസ് സ്റ്റേഷൻ തൊട്ട് താഴെ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ സംഭവം നടന്ന ഡേറ്റ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതവിടെ ആ ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് ഡേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. തൊട്ട് താഴത്തെ ബോക്സിൽ കംപ്ലൈൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ബോക്സിൽ നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പേപ്പറിൽ എഴുതിയാണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ സപ്പോർട്ട് ഡോക്യുമെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വെള്ള പേപ്പർ കംപ്ലൈൻറ്റ് എഴുതിയിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നാലും ഒരു ചെറിയൊരു വാചകത്തിൽ നമുക്ക് ആ കംപ്ലൈൻറ്റിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് നോക്കുമ്പോൾ അവിടെ സപ്പോർട്ട് ഡോക്യുമെൻ്റ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോട്ടോസൊക്കെ 2 MB ഇടാൻ പാടില്ലെന്നുള്ളതൊക്കെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോസിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണം അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്ത ഫോട്ടോസ് അവിടെ ആഡാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത ഫോട്ടോ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും ഒരുപാട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എത്ര വേണമെങ്കിലും ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആദ്യം നമുക്ക് ആ ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ. ആ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ബോക്സിൽ വരുന്നത് നമ്മൾ ആരെക്കുറിച്ചാണോ പരാതി കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസോ അറിയാമെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാവുന്നതാണ്. റെസ്പോണ്ടൻ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആളെ അറിയാമെങ്കിൽ നോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തത് ആളെ അറിയത്തില്ലെങ്കിൽ അൺനോൺ എന്നുള്ളത് കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് വിടാവുന്നതാണ്. ആളെ അറിയാമെങ്കിൽ മാത്രം നോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഫോം വരുന്നതാണ്. ആ ഫോമിനകത്ത് അവരുടെ പേര്, ഡീറ്റെയിൽസ്, ജെൻഡർ, മൊബൈൽ നമ്പർ അറിയാമെങ്കിൽ അത്, വീട്ടുപേര്, അഡ്രസ്സ് ഡീറ്റെയിൽസ്, സ്ഥലങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അറിയത്തില്ലെങ്കിൽ നമുക്കത് വിടാവുന്നതാണ്. അറിയത്തില്ലെങ്കിൽ അത് നമുക്ക് ക്ലോസ് ചെയ്ത് വിടാം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് സബ്മിറ്റ് ആവുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പോലീസ് പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ ആപ്പ് ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ നീതി ഉറപ്പാക്കുന്നതിലും സുരക്ഷിതത്വം നിലനിർത്തുന്നതിലും മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു വിലപ്പെട്ട ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ ഈ വീഡിയോ പങ്കിടുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.